വണ്ടിപ്പെരിയാർ മ്ലാമല പ്രദേശത്തെ യുവതലമുറയുടെ കായിക സ്വപ്നം നിലംപൊത്തിയതിൽ വ്യാപക പ്രതിഷേധം. മ്ലാമല പൂണ്ടിക്കുളത്ത് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം ആരംഭിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് ഇന്നലെ നിലംപൊത്തിയത്. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ബാഡ്മിന്റണിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പൂണ്ടിക്കുളത്ത് ജില്ലാ പഞ്ചായത്ത് 2018-20 സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപ മുടക്കി ദീപു പ്ലാപ്പള്ളി, സെബാസ്റ്റ്യൻ പുണ്ടിക്കുളം എന്നീ വ്യക്തികൾ വിട്ടു നൽകിയ 8 സെന്റ് സ്ഥലത്താണ് കോർട്ട് നിർമ്മാണം ആരംഭിച്ചത്. ഹൈറേഞ്ചിന്റെ കാലാവസ്ഥ കണക്കിലെടുത്ത് ഇൻഡോർ ഷട്ടിൽ കോർട്ട് നിർമ്മാണമാണ് ആരംഭിച്ചത്. അനുവദിച്ച ഫണ്ടിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പാതി വഴിയിലെ ഇൻഡോർ കോർട്ടാണ് നിലം പൊത്തിയത്. പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയതിനാലാണ് ഷട്ടിൽ കോർട്ട് നിലം പൊത്തിയതെന്നാണ് പ്രചാരണം. എന്നാൽ നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിലുണ്ടായ വലിയ അപാകതയാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകാനുള്ള വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. 10-50 കുട്ടികൾ ദൈനംദിനം കളിച്ചുകൊണ്ടിരുന്ന ഇത് ആ സമയത്തായിരുന്നെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടായാണ് ജനങ്ങൾക്ക് മുഴുവൻ. എന്തായാലും ഇതിനകത്ത് നിർമ്മാണത്തിലുണ്ടായ ഈ അപാകത മൂലമാണ് ഇത് മറിഞ്ഞു വീണതെന്നുള്ളത് വ്യക്തമാണ്. താൻ പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് തകർന്നു വീണതെന്നും അടിയന്തരമായി പദ്ധതി പുനരാരംഭിക്കണമെന്നും മുൻ പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ എവർപ്പുഴ ആവശ്യപ്പെട്ടു. ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഓടിയെത്താതെ വലിയൊരു അപകടത്തിൽ നിന്ന് നാട് രക്ഷപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതിന് അടിയന്തര നടപടി സ്വീകരിക്കണം. 10 സെന്റ് സ്ഥലത്താണ് ഇത് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. സെന്റിനാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ളൊരു സ്ഥലമായത്. അപ്പോൾ അവർ ആ സ്ഥലം തന്ന വ്യക്തിക്ക് പോലും ഇപ്പം അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റാതെ വഴി ബ്ലോക്കായി കിടക്കുന്നു. ഷട്ടിൽ കോർട്ട് നിലംപൊത്തിയതോടെ പ്രദേശത്തേക്കുള്ള യാത്രാമാർഗവും നിലച്ചു. ഇതിനു പുറമെ ഇവിടേക്കുള്ള വൈദ്യുതി വിതരണവും മുടങ്ങി. എത്രയും വേഗം ഇവ രണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് സ്ഥലം വിട്ടു നൽകിയ ദീപു ആവശ്യപ്പെട്ടു. കോർട്ട് ഇങ്ങനെ നിലംപൊത്തിപ്പോയി. ഇപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമായ അമ്മയും മക്കളും ഒക്കെ ഉള്ളതാണ്. എൻ്റെ വണ്ടികളൊന്നും എടുക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ആശുപത്രി കേസ് വന്നാൽ പോകാൻ പറ്റുന്നില്ല. കറണ്ടില്ല. കറണ്ട് പോയതോടെ വെള്ളമില്ല. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. അടിയന്തരമായിട്ട് ഇതൊന്ന് മാറ്റിത്തരണം. അല്ലാതെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെ പഞ്ചായത്ത് ഓവർസിയർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പദ്ധതി നിലംപൊത്തിയതോടെ ഈ പ്രദേശത്തെ കായിക സ്വപ്നങ്ങളാണ് തകർന്നത്. അടിയന്തരമായി ഇൻഡോർ ഷട്ടിൽ കോർട്ട് പുനരാരംഭിക്കാത്ത പക്ഷം നിർമ്മാണത്തിലെ അഴിമതികൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ സൂചിപ്പിച്ചു. ഇടുക്കി വിഷൻ, കുമളി.